നമസ്കാരം. 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 ഇതൊരു ചെറിയൊരു സ്പേസാണ്. ഇതിന് ഞാനൊരു പേരിട്ടേക്കുന്ന ഹ്യൂമൻ സ്പേസ് എന്നാണ്. ഭയങ്കര വലിയ സ്പേസ് ആണെന്ന് വെച്ചല്ല, വളരെ ചെറിയൊരു സ്പേസാണ്. ഈ സ്പേസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സ്പേസിനകത്തുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും. മേ ബി ഞാൻ പറയണം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളായിരിക്കും, ഞാൻ അടയാളപ്പെടുത്തണം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളായിരിക്കും. കുറേ നാൾ എഴുതി വെച്ച സാധനങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും കളഞ്ഞു പോയാലോ, അല്ലെങ്കിൽ പിന്നീട് ഞാൻ മരിച്ചതിന് ശേഷം അതവിടെ ഇല്ലാതായാലോ. അവിടെ ഓരോരോ സമയത്ത് ജീവിച്ചിരിക്കുന്ന ആൾക്കാരല്ലേ ആ ഒരു സമയത്തെ ഹിസ്റ്ററിയൊക്കെ എഴുതിയൊക്കെ വയ്ക്കുന്നത്. സോ കുറേ ഹിസ്റ്ററികളുണ്ടാവും, കുറേ തരത്തിലുള്ള ഹിസ്റ്ററി ഉണ്ടാവും. ഇതൊരു പക്ഷേ ചിലപ്പോൾ എൻ്റെ വ്യൂ ഓഫ് അല്ലെങ്കിൽ എൻ്റെ POVയിലുള്ള എൻ്റെ ഹിസ്റ്ററിയാണ്. ഞാൻ ജീവിച്ചിരുന്ന സമയത്ത് ഞാൻ കണ്ട, ഞാൻ അനുഭവിച്ച, ഞാൻ സന്തോഷിച്ച, ഞാൻ സഫർ ചെയ്ത, ഞാൻ സ്ട്രഗിൾ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ചേർന്നിട്ടുള്ള ഒരു ചെറിയ സ്പേസ്. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് മൈ സ്പേസ്, ഇറ്റ്സ് കോൾഡ് ഹ്യൂമൻ സ്പേസ്. ഈ ഒരു ഹ്യൂമൻ സ്പേസിന് എന്തൊക്കെ തരത്തിൽ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഫസ്റ്റ് എന്ത് വീഡിയോ ഇടാമെന്ന് ഒരുപാട് ഞാൻ ആലോചിച്ചു. കുറേ നാളതിന് വേണ്ടി ആലോചിച്ച്, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. വളരെ പെട്ടെന്ന് ഒരു സാധനം ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ അതിനൊരു കറക്റ്റ് സമയം നോക്കിയിരുന്നിട്ട് മേ ബി ഇപ്പോഴായിരിക്കും എനിക്ക് എന്നൊരു കോൺഫിഡൻസ്, ഒരു സന്തോഷം കിട്ടിയത്. ഈ ഒരു സ്പേസിൽ ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു ആദ്യത്തെ കാര്യം ഉണ്ടായതുകൊണ്ടായിരിക്കാം മേ ബി ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് വരുന്നത്. എൻ്റെ ഫസ്റ്റ് വീഡിയോ ഇട്ട് ഈ ഒരു കാര്യം വരുന്നത്, ഈ ഒരു സ്പേസിൽ എനിക്കിത് ഷെയർ ചെയ്യണം. കാര്യം ഇത് ഞാൻ എൻ്റെ ഹിസ്റ്ററി ആയിട്ട് അടയാളപ്പെടുത്തണം. ഞാൻ പറയുന്ന സത്യമാണ്, ഇതാണ് എൻ്റെ സത്യം എന്ന് എനിക്ക് എപ്പോഴും ഓർത്തിരിക്കണം. ഞാൻ ഇതിൽ ഈ ഒരു സംഭവം നടന്ന സമയത്ത് ചരിത്രത്തിൻ്റെ ഏത് സൈഡിലായിരുന്നു ഞാനെന്ന് എനിക്ക് ഉറപ്പ് വരുത്താനും എനിക്ക് വരുന്ന തലമുറയ്ക്കും അത് ഉറപ്പ് വരുത്തണം. കാര്യം എനിക്ക് നല്ല പേടിയുണ്ട്. ഒരു 10-20 കൊല്ലം കഴിയുമ്പോൾ ഈ ഒരു പോക്കാണെങ്കിൽ നമ്മൾ കാണുന്നത്, നമ്മൾ അനുഭവിച്ചതായിരിക്കില്ല അന്ന് സത്യമായിട്ട് വരുന്നത്. കാര്യം ഇപ്പോൾ അങ്ങനെ വരുന്നത്. ഇപ്പോൾ ഗാന്ധിജിയെ എങ്ങനെ മരിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ഒപ്പീനിയൻ 3 സ്ഥലത്തുനിന്ന് വരുന്നുണ്ട്. എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും, പുസ്തകത്തിൽ എഴുതി വെച്ചിരുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും ആ ഹിസ്റ്ററിക്ക് പല വേർഷനുണ്ട്. സോ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾക്ക് അങ്ങനെ ഒരു വേർഷൻ ഉണ്ടായാൽ മേ ബി ആ പേടിയും കൂടെ കൊണ്ടായിരിക്കാം ഇങ്ങനൊരു വീഡിയോ വരുന്നത്. ഒരിക്കലും ഒരു വീഡിയോ ചെയ്യുന്ന ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിച്ച ഒരാളല്ല. അവിടെ ഇവിടെയൊക്കെ എഴുതിയിട്ടിരുന്നു. പക്ഷേ എഴുതിയിട്ടിരുന്ന കാര്യങ്ങൾക്ക് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടെന്ന് ഇപ്പോൾ വിശ്വസിക്കുന്നു. വീട്ടിനകത്തുള്ള ഒരു ഡയറിയിൽ ഒരു പേജിൽ എഴുതിയിരുന്ന കാര്യത്തിനേക്കാൾ കൂടുതൽ അക്കൗണ്ടബിലിറ്റിയും കൂടുതൽ ലൈഫും സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഒരു സാധനത്തിനുണ്ടെന്നും അത് എത്ര കൊല്ലം കഴിഞ്ഞാലും അതൊരു ഇംപ്രിൻ്റായിട്ട് അവിടെ കിടക്കുന്നു ഉള്ളൊരു വിശ്വാസത്തിലാണ്. മേ ബി നാളെ മാറാം. 4 കാര്യങ്ങളാണ് മെയിനായിട്ടും പറയാനുള്ള. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ഞാൻ അനുഭവിച്ചൊരു സന്തോഷത്തിനെ പറ്റിയാണ്. അത് ഈ ഒരു സമരം കാരണം ഉണ്ടായതാണ്. ഈ ഒരു സമരത്തിൽ എനിക്ക് ചുറ്റുമുള്ള എൻ്റെ അനിയന്മാർ, അല്ലെങ്കിൽ എൻ്റെ ഈ നാട്ടിലെ യുവാക്കൾ, ഞാൻ ഉൾപ്പെടുന്ന എല്ലാ ആൾക്കാരും ഒരു സമരത്തിന് വേണ്ടി ഒരു കോമൺ കോസിന് വേണ്ടി ഇറങ്ങി നിന്നതും ആ ഒരു കോമൺ കോസിൻ്റെ ഫലമായിട്ട് അതിനൊരു റിസൾട്ട് ഉണ്ടായത്. ഒരു സമരത്തിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ഗോള് അതിൻ്റെ ആ സമരത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കുക എന്നുള്ളതാണ്. മേ ബി ഈ ഒരു സമരത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ബട്ട് സ്റ്റിൽ ഈ ഒരു സമരം കൊണ്ടുണ്ടായ ഏറ്റവും വലിയൊരു മെരിറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന യുവാക്കൾക്കും യൂത്തിനും കുട്ടികൾക്കും ഒക്കെ ഒരു സമരത്തിൻ്റെ രുചി അറിയാൻ പറ്റി എന്നുള്ളതാണ്. അതൊരു എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മളൊക്കെ നാട്ടിലിറങ്ങി അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് എഴുതിയും പറഞ്ഞും വീഡിയോ ഒക്കെ നടത്തി സമരം അതാണ്, സമരങ്ങൾ ഇങ്ങനെയാണ്, നാട്ടിലത് നടക്കുന്നു. ഒരുപക്ഷെ 2014 മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു BJP സർക്കാരിൻ്റെ കീഴിലുണ്ടായിട്ടുള്ള മുഴുവൻ ഇഷ്യൂകൾക്കും ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്, സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ബഹുജന സമരങ്ങളെല്ലാം ഈ നാട്ടിലും തലസ്ഥാനത്തുമായിട്ട് ഒരുപാട് നടന്നിട്ടുണ്ട്. അതിപ്പോൾ CAS സമരം മുതൽ, കർഷകരുടെ സമരം മുതൽ, മണിപ്പൂർ ഇഷ്യൂ മുതൽ, ജമ്മു കാശ്മീരിൻ്റെ ഇഷ്യൂ മുതൽ, ഇങ്ങറ്റം ചെറിയ ലേബർ ലോ മുതൽ, ഇനി എല്ലാത്തിനും അപ്പുറത്തേക്ക് നാട്ടിൽ തൊട്ടപ്പുറത്ത് ഒരാൾക്കൊരു നമ്മൾ ജോലി ചെയ്യുന്നു, അയാൾക്ക് കാശ് കൊടുക്കുന്നില്ല, ശമ്പളം കിട്ടുന്നില്ല, അതിനുവേണ്ടി ആ നാട്ടിൽ ഒരുപാട് ആൾക്കാർ സമരം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമരം ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി അത് നമ്മളെയാണ് ബാധിക്കുന്നത്. ആ സമരത്തിൽ ഉൾപ്പെടുന്ന ആൾക്കാരെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും, ബഹുജനങ്ങൾ മുഴുവനും ഇറങ്ങി നിന്നൊരു സമരം വിജയിപ്പിക്കുക എന്ന് പറയുന്നത് ഈ ഒരു 10 വർഷത്തിനകത്ത് അങ്ങനെ നമ്മൾ വലുതായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഈ നടന്ന ഈ ഒരു BJP സർക്കാരിൻ്റെ കീഴിൽ നടന്നിരുന്ന എല്ലാ ഇഷ്യൂവിലും ഒരു ഒപ്പീനിയൻ പറഞ്ഞ ഒരാളെന്ന നിലയ്ക്ക് ഈ ഒരു സമരം ഞാൻ വളരെ സന്തോഷപൂർവ്വം കാണുന്നൊരു സമരം. ഈ നാട്ടിലെ എല്ലാ യുവാക്കൾക്കും, എല്ലാ കുട്ടികൾക്കും, അവരെ എല്ലാവരെയും ബാധിക്കുന്നൊരു ഇഷ്യൂ ഉണ്ടാവുകയും ആ ഇഷ്യൂവിൽ ആ കുട്ടികൾ എല്ലാവരും സമരത്തിന് മുന്നോടിയായിട്ട് ഇറങ്ങുകയും ഈ നാട്ടിലുള്ള എല്ലാ ജനാധിപത്യ വിശ്വാസികളും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ആ സമരം തലസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിനെതിരെ തന്നെയായിട്ട് നടന്ന് അതിൽ അവരുടെ എന്താ പറയുക, ആ ഒരു സമരത്തിൻ്റെ കംപ്ലീറ്റ് ടേസ്റ്റ് അവരിങ്ങനെ നുണഞ്ഞറിഞ്ഞൊരു സന്തോഷമുണ്ട്.
അത് എല്ലാ രീതിയിലാണ്. കാര്യം ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള സെക്ഷൻസ് ഓഫ് ആൾക്കാരിലും കുട്ടികളുണ്ട്. എല്ലാ ക്ലാസ് നമ്മൾ പറയുമ്പോൾ ചില ആൾക്കാരെ മാത്രമാണ് അത് എപ്പോഴും ബാധിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു ഇഷ്യൂ, ഈ ഒരു നീറ്റ് പേപ്പറിൻ്റെ ഇഷ്യൂ തുടങ്ങി എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുണ്ടായിരുന്ന മെയിൻ ഇഷ്യൂസ് എല്ലാം നമ്മുടെ ഇപ്പോഴത്തെ തലമുറയും ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറിലുള്ള എല്ലാ ജനറേഷൻസിനെയും ബാധിക്കുന്നൊരു ഇഷ്യൂ ആണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കുണ്ടാവുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുമ്പോൾ അതിനൊരു വൈഡ് ആസ്പെക്റ്റ് ഉണ്ട്. ആ ഒരു വൈഡ് ആസ്പെക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സമരത്തിൽ എന്ത് ചെയ്യാൻ പറ്റി, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു സമരത്തിൻ്റെ വിജയം. ആക്ച്വലി ഒരു കൂട്ടം ആൾക്കാരാണ് ഇവിടെ, ഇത്രയും ഒപ്പോസിഷൻ പാർട്ടീസ് എല്ലാം ഉണ്ടായിരുന്നു. ആ ഒപ്പോസിഷൻ പാർട്ടീസ് എല്ലാം ഈ ഒരു സമരത്തിന് വേണ്ടി കൂടെ നിന്നിരുന്നു. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇതൊരു ബ്രോഡ് ആസ്പെക്റ്റിൽ മുഴുവൻ വിദ്യാർത്ഥികളും അവരുടെ ശബ്ദങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ ചെവിയിലെത്തി, അല്ലെങ്കിൽ അവർക്ക് ഇതിനോട് സമരത്തിനോട് എന്താ പറയുക മുഖം തിരിച്ച് നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നുകയും അറ്റ്ലീസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ആ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു മുന്നോട്ട് പോക്കിൻ്റെ ഒരു എന്താ പറയുക രക്ഷപ്പെടാൻ വേണ്ടി കൂടിയാണെങ്കിലും അവർക്ക് അവരുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കേണ്ടി വന്നു. പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളിലൂടെ ആയിരുന്നാലും സമരം കൊണ്ട് നമ്മൾ എന്ത് നേടും, അല്ലെങ്കിൽ സമരത്തോട് മുഖം തിരിച്ച് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാർക്ക് അതിൻ്റെ ഒറിജിനൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിയാലിറ്റി മനസ്സിലാക്കി കൊടുക്കാൻ പറ്റി. സമരം കൊണ്ട് നേടിയതാണ് ഈ ലോകമെന്ന് അവരെ തിരിച്ചറിയാൻ അറ്റ്ലീസ്റ്റ് ഒരേ ഒരു ഇൻസിഡൻറ്റെങ്കിലും നമുക്ക് വേണമായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ. അതുണ്ടായതിൽ വളരെയധികം സന്തോഷമാണ്. അതാണ് ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം കുറച്ചൊരു കോൺട്രവേഴ്ഷ്യലാണെന്ന് വെച്ചല്ല, പക്ഷേ അതെനിക്ക് ഇപ്പോൾ പറയാൻ പറ്റും. ഈ സമരം കഴിഞ്ഞ് ആ ഒരു കുട്ടികളെല്ലാം വീട്ടിൽ പോയ സ്ഥിതിക്ക് എനിക്കത് എടുത്ത് പറയേണ്ടി വരും. ഈ ഒരു സമരത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഈ ഒരു സമരം ആർക്കെതിരെയാണെന്ന് ചോദിച്ചപ്പോൾ അത് ഗവൺമെൻറ്റിനെതിരെയെന്നോ അങ്ങനെയൊന്നും പറഞ്ഞു കണ്ടില്ല. എല്ലായിടത്തും മിക്കവരും പറഞ്ഞു ഇതൊരു പൊളിറ്റിക്സ് അല്ല, ഇതൊരു അക്കൗണ്ടബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണെന്നാണ് പറഞ്ഞത്. വി ആർ ടോക്കിംഗ് അബൌട്ട് അക്കൗണ്ടബിലിറ്റി, നോട്ട് അബൌട്ട് പൊളിറ്റിക്സ് എന്നൊരു കൃത്യമായിട്ടുള്ളൊരു അജണ്ടയിലാണ് പോയത്. ആ സമയത്ത് ഒരു പക്ഷേ ഞാനൊന്നും സംസാരിച്ചിട്ടില്ല. അതിന് ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി കോസ് ആയിരുന്നു ഇമ്പോർട്ടൻറ്റ്. ആ ഒരു കോസിന് വേണ്ടി പൊളിറ്റിക്സ് അല്ല എങ്കിൽ കൂടി ആൾക്കാർ അതിനകത്ത് ജോയിൻ ചെയ്യും. അങ്ങനെയെങ്കിലും കുറച്ച് ആൾക്കാർ ഇറങ്ങട്ടെ, സമരത്തിന് ഇറങ്ങട്ടെ, സമരം കാണട്ടെ, കുട്ടികളൊക്കെ ഇങ്ങനെ ഒരു പൊളിറ്റിക്സിൻ്റെ ഭാഗമല്ല എന്നെങ്കിലും പറഞ്ഞെങ്കിൽ ഇറങ്ങട്ടെ എന്നായിരുന്നു അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ഗോൾ. പക്ഷേ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റിയാലിറ്റി അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് പൊളിറ്റിക്സ് ആണ്. നമ്മുടെ രാജ്യത്ത് അക്കൗണ്ടബിലിറ്റി ഉള്ളത് മാത്രമല്ല, രാജ്യത്തിൻ്റെ ഗവേണൻസ്, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ഭരിക്കുന്ന ആൾക്കാർ നമ്മളും തമ്മിലുള്ള ബന്ധം എല്ലാം ഒരു പൊളിറ്റിക്സിൻ്റെ ആണ്. അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ കാര്യം പൊളിറ്റിക്സ് ആണ്. അപ്പോൾ അക്കൗണ്ടബിലിറ്റി, ഇനി നാളെ നിങ്ങളൊരാളോട് നിങ്ങൾ എന്തുകൊണ്ട് എനിക്കിത് ചെയ്തു തന്നില്ല, എനിക്ക് അവകാശപ്പെട്ടൊരു കാര്യമാണ്, ഇതിനകത്ത് ഫെയർ ആയിട്ട് ഒരു കാര്യമാണ്, നിങ്ങൾ ഇതിന് അക്കൗണ്ടബിൾ ആണ് എന്ന് പറയുമ്പോൾ അതൊരു പൊളിറ്റിക്കൽ സൈഡാണ് നമ്മൾ എടുക്കുന്നത്. കാര്യം അവരുടെ പൊളിറ്റിക്സ് ആണ് അത് ചെയ്യാത്തത്, നമ്മുടെ പൊളിറ്റിക്സ് ആണ് അത് നമ്മൾ ചോദിക്കുന്നത്. സോ അക്കൗണ്ടബിലിറ്റി പൊളിറ്റിക്സ് ആണ്, അതിലൊരു തിരുത്തില്ല. അതെനിക്ക് ഇപ്പോഴെങ്കിലും എല്ലാവരോടും പറയണം എന്നൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം എന്നോട് സംസാരിച്ച് എൻ്റെ അനിയന്മാരോടൊക്കെ ഞാനിത് ആ സമയത്തിനോട് പറഞ്ഞു, ചേട്ടാ ഇത് പൊളിറ്റിക്സിൻ്റെ കാര്യമല്ല, ഇത് അവർ പറഞ്ഞു, അല്ലെങ്കിൽ നമുക്കെതിരാണ്, കുട്ടികൾക്കെതിരാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുന്നു, അതിനകത്ത് ചേട്ടൻ്റെ പൊളിറ്റിക്സ് ഒന്നും വരണ്ട, നിങ്ങളാരും പൊളിറ്റിക്സ് പറയണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവരോട് ഞാൻ അപ്പോഴൊന്നും സംസാരിക്കാത്തത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ സമരത്തിൻ്റെ ടേസ്റ്റ് അറിയട്ടെ എന്നാണ്. അതാണ് ഞാൻ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞ പോലെ സമരത്തിൻ്റെ ടേസ്റ്റ് അറിഞ്ഞു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാത്തിനും പൊളിറ്റിക്സ് ഉണ്ട്. നിങ്ങൾ ഈ ചോദിക്കുന്ന അക്കൗണ്ടബിലിറ്റിക്കും എല്ലാത്തിനും പൊളിറ്റിക്സ് ഉണ്ട്. അതാണ് എൻ്റെ മെയിൻ രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഈ ഒരു സമരം കൊണ്ട് കുറച്ച് കാര്യങ്ങളൊന്ന് എക്സ്പോസ്ഡ് ആയി. അതായത് ഈ ഒരു ഫാസിസ്റ്റ് ആയിട്ടുള്ളൊരു BJP ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് സൈലൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് എല്ലാ തരത്തിലുള്ള പ്രിവിലേജും ഉള്ള, എല്ലാ തരത്തിലുള്ള അതിൻ്റെ എല്ലാ ബെനിഫിറ്റും കീപ്പ് ചെയ്ത് പോകുന്ന, ഇതൊന്നും ഞങ്ങൾ അഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ല, ഞങ്ങൾക്ക് കുറച്ച് ഇൻ്റർവ്യൂ ഒക്കെ നടത്തി അടിപൊളിയായിട്ട് പോയാൽ മതി എന്ന് വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതായത് എല്ലാ തരത്തിലുള്ള സെലിബ്രിറ്റീസും ഉണ്ട്. പക്ഷേ ഈ ഒരു കുട്ടികൾ, അതായത് ഈ ഒരു യങ്സ്റ്റർ, ഈ യങ് ജനറേഷനെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ വന്നപ്പോൾ അത് ഒബ്വിയസ്ലി സോഷ്യൽ മീഡിയയിൽ ഒരു ഭയങ്കര ഒരു ടോപ്പിക്കായിട്ട് മാറി, ഒരു വൈറൽ ഇഷ്യൂ ആയിട്ട് മാറി. ആ ഒരു ഇഷ്യൂവും കൂടെ ഉണ്ട്. ആക്ച്വലി ഈ ഒരു സമരം വിജയിക്കാനുള്ള മെയിൻ കാര്യം അതൊരു സോഷ്യൽ മീഡിയയിലും കൂടി അത്രത്തോളം വൈറലായി. ആ സോഷ്യൽ മീഡിയയിൽ എത്രത്തോളം വൈറലായോ അതുപോലെ തന്നെ എത്രത്തോളം ടോക്കായോ അത്രത്തോളം തന്നെ അത് റിയാലിറ്റിയിലും പ്രാക്ടിക്കലായിട്ട് നാട്ടിലിറങ്ങി റോഡിലിറങ്ങി സമരം ചെയ്ത് ഹങ്കർ സ്ട്രൈക്ക് നടത്തി നിരാഹാര സമരത്തിനകത്തും എല്ലാവരെയും ഉൾപ്പെടുത്തി നാട്ടിലുള്ള എല്ലാവരും കൂടെ വന്ന് ഒരേ സമയം അത് റോഡിലും ഒരേ സമയം സോഷ്യൽ മീഡിയയിലും ഈക്വലി അതിനൊരു ബെനിഫിറ്റ് ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു സമരത്തിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ ഒരിക്കലും എത്തിയിട്ടില്ല. അൾട്ടിമേറ്റ് ഗോൾ എപ്പോഴും സിസ്റ്റം ചേഞ്ച് ആവുമെന്നുള്ളതാണ്. അതിനൊരിക്കലും വന്നിട്ടില്ല. ആ സിസ്റ്റം ചേഞ്ച് ആവാൻ അവർ മടിച്ചിരിക്കുന്നതുകൊണ്ടാണ് അതിനകത്ത് റെസ്പോൺസിബിളായ ഒരാളെ മാറ്റിയിട്ട് പകരം റീപ്ലേസ് ആവണം. ഇനി പകരം റീപ്ലേസ് ആവുന്ന ആൾ ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്, അതൊരു വേറെ ടോപ്പിക്കാണ്, നമുക്ക് പിന്നെ സംസാരിക്കാം. എന്നിരുന്നാൽ കൂടി അതിനൊരു ചേഞ്ച് ഉണ്ടായിരുന്നു. സോ ഇതൊരു സോഷ്യൽ മീഡിയയിൽ ഇത്രയും വലിയൊരു വൈറൽ കണ്ടന്റ് ആയപ്പോൾ പിയർ പ്രഷർ എന്നൊക്കെ പറയും നമ്മൾ,
എൻ്റെ കല്യാണം ആയില്ലേ, നിൻ്റെ കല്യാണം ഈ സമയത്ത് ആയില്ലേ, അല്ലെങ്കിൽ കുട്ടികളായില്ലേ എന്നൊക്കെ ചോദിക്കുന്ന പോലെ എല്ലാവരും ഓക്കെ അവൻ ചെയ്യുന്നു അതുകൊണ്ട് ഞാനും ചെയ്യാം. ഈ ഒരു പിയർ പ്രഷർ സാധനം സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ഈ ഒരു സമയത്ത് ഉണ്ടായതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാത്ത ആൾക്കാർ. ഇപ്പോൾ കർഷകരുടെ സമരം നടന്നപ്പോൾ, ലേബർ ലോസിൻ്റെ ഇഷ്യൂ നടന്നപ്പോൾ, CA ഇഷ്യൂ നടന്നപ്പോൾ, മണിപ്പൂർ ഇഷ്യൂ നടന്നപ്പോൾ, കോവിഡ് സമയത്ത് ഉണ്ടായ അനാസ്ഥയെ പറ്റി സംസാരിച്ചപ്പോൾ, നാട്ടിൽ പശു ഇറച്ചി വെച്ചതുകൊണ്ട് ആളെ കുത്തിക്കൊന്നു അല്ലെങ്കിൽ ആളെ കൊന്നു എന്നൊക്കെ പറയുന്ന സമയത്തൊന്നും ഈ ഒരു ഔട്ട്റേജ് ഉണ്ടായിട്ടില്ല സോഷ്യൽ മീഡിയയിൽ. ഈ ഒരു ഔട്ട്റേജ് ഇവിടെ ഉണ്ടാകാൻ കാര്യം എൻ്റെ കൂട്ടുകാരൻ ഇട്ടു, അപ്പം ഞാനും ഇടണം, ഇതിനെപ്പറ്റി സംസാരിക്കണം. അങ്ങനെ ഇത് പടർന്ന് ഈ പറയുന്ന ഈ സോക്കാൾഡ് സെലിബ്രിറ്റി ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും ഇതിനെപ്പറ്റി സംസാരിച്ചില്ലെങ്കിൽ ഞാൻ എന്തോ ആയി പോവും എന്നൊരു പ്രഷർ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയൊക്കെ ഉണ്ടാക്കിയിട്ടും ഇതിനെപ്പറ്റി സംസാരിക്കാത്ത ആൾക്കാരുണ്ട്. അവരെ നമുക്ക് അങ്ങോട്ട് തന്നെ മാറ്റി നിർത്താം നാളെയും. പക്ഷേ അറ്റ്ലീസ്റ്റ് അതുകൊണ്ട് സംസാരിക്കാമെന്ന് വിചാരിച്ച് സംസാരിച്ച ആൾക്കാരുണ്ട്. അങ്ങനെ സംസാരിപ്പിച്ചപ്പോൾ ഒറിജിനൽ സ്വഭാവം അറിഞ്ഞവരും ഇതിനകത്തുണ്ട്. നമ്മളെപ്പോലുള്ള കുറേ ആൾക്കാർ നമുക്ക് മനസ്സിലായി നമ്മൾ വച്ചിരുന്ന ആ ഒരു വിഗ്രഹം ഇതാ വീണുടഞ്ഞു, ഇതല്ല അവർ ഉദ്ദേശിക്കുന്നത്. കുട്ടികൾ ഇത്രയും അടികെട്ടി സമരം ചെയ്ത് അവിടെ നടക്കുന്ന കുട്ടികളോട് നിങ്ങൾ സമരത്തിൻ്റെ കോസ് അറിയുന്നതിനേക്കാൾ കൂടുതലായിട്ട് അയ്യോ കുട്ടികളെ നിങ്ങൾ അവിടെ കിടന്ന് അടിയുണ്ടാക്കാതെ വീട്ടിൽ ഒന്ന് ചോറുന്നു എന്നൊക്കെ പറയുന്നത്, അങ്ങനെ കുറേ ആൾക്കാർ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അൾട്ടിമേറ്റ്ലി അവരെ ബാധിക്കുന്നില്ല അത്. അതുപോലെ തന്നെ എനിക്കിഷ്ടം, എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കളർ സഫ്രോണാണ് എന്ന് പറഞ്ഞ് ഒരു അടയാളം വന്ന ആൾക്കാരാണ്. ഇത്രയും നാൾ അവർക്ക് ഒരു പൊളിറ്റിക്സ് ഇല്ല, പൊളിറ്റിക്സിനെതിരാണ്. ഞങ്ങൾ പൊളിറ്റിക്സ് ഉള്ള ആൾക്കാരല്ല, ഞങ്ങൾ എല്ലാവരും വേണ്ട ആൾക്കാരാണ്. പക്ഷേ വെൻ ദ റൈറ്റ് ടൈം കംസ് അവരുടെ കറക്റ്റ് ഫേസ് നമുക്ക് അറിയാൻ പറ്റി. അറ്റ്ലീസ്റ്റ് ഇനിയുള്ള ഇഷ്യൂലെങ്കിലും ഇതുപോലൊരു സോഷ്യൽ ഔട്ട്റേജ് ഉണ്ടായാൽ എല്ലാവരെ കൊണ്ടും ഈ ഒരു ഓപ്പൺ അപ്പ് ആവേണ്ട ആവശ്യമുണ്ട്. കാര്യം ഈ ഒരു സിസ്റ്റം നിലനിന്ന് പോകുന്നതിൽ അവരാണ് ഏറ്റവും വലിയ റീസൺ. അതെനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ ഒരു സിസ്റ്റം വരുമ്പോൾ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരാണ്. ആക്ച്വലി അവരുടെ ഉള്ളിൽ കറക്റ്റ് പൊളിറ്റിക്സ് ഉണ്ട്, പക്ഷെ അവരത് ഒരിക്കലും പറയില്ല. അത് അവരെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ ഇങ്ങനെ ഒരു പിയർ പ്രഷർ ഉണ്ടാകുമ്പോൾ അവരെ അതിൽ നിന്ന് പുറത്തു വരും, അവരുടെ തനി നിറം പുറത്തു വരും, അതവർ പുറത്തോട്ട് പറയുകയും ചെയ്യും. അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും ആരാണ് ഏത് സൈഡിലാണ്. എപ്പോഴും ഈ ഒരു സൊസൈറ്റിയിൽ ഈ ഒരു സമയത്ത് നമ്മൾ ഹിസ്റ്ററിയിൽ ഏത് സൈഡ് എടുക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. നിങ്ങൾ ആരെയാണ് ഫോളോ ചെയ്യുന്നത്, നിങ്ങൾ ആരുടെ വാക്കുകളാണ് കേൾക്കുന്നത്, നിങ്ങൾ ആരെ കണ്ടാണ് സന്തോഷപ്പെടുന്നതെന്നൊക്കെ അറിയണം. കാര്യം നിങ്ങൾ കരയുന്ന സമയത്തും അവരേത് സൈഡാണ് എടുത്തിരുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അതുകൊണ്ട് പിയർ പ്രഷർ നാളെയും വേണം. ഈ ഒരു സോഷ്യൽ നാളെ നിങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടായാലും, നാളെ ഇതുപോലെ ഏതെങ്കിലും കർഷക സമരം ഉണ്ടായാലും ഒക്കെ ഈ ഒരു പിയർ പ്രഷർ വേണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമായിട്ട് എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യും. അതാണ് മൂന്നാമത്തെ കാര്യം. അടുത്തത് നാലാമത്തെ കാര്യം വളരെ ചെറുതാണ്. അതൊരു ചെറിയ എന്താ പറയുക റിക്വസ്റ്റാണ്. ഒരു പക്ഷേ എൻ്റെ ഇത് കാണുന്ന കുറച്ച് ആൾക്കാർ, എൻ്റെ അനിയന്മാർ അല്ലെങ്കിൽ എൻ്റെ അനിയത്തിമാർ, ഇത് കാണുന്ന മുഴുവൻ യങ്സ്റ്റേഴ്സിനോടും നിങ്ങൾ ഭയങ്കര അഭിമാനമാണ് നിങ്ങളെല്ലാവരും ഓർത്ത്. നിങ്ങൾ പൊളിറ്റിക്സിൽ ഇല്ലാത്ത ആൾക്കാരാണ്, നിങ്ങൾക്ക് പൊളിറ്റിക്സ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഔട്ട്റേജ് ഉണ്ട്. നിങ്ങളെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ വരുമ്പോൾ നിങ്ങൾക്ക് പുറത്ത് വരണം എന്നൊരു കാര്യമുണ്ട്. വിച്ച് ഈസ് ലൈക്ക് വെരി ഗുഡ്, റിയലി ഗുഡ്. ദ തിങ് ഈസ് ഈ ഒരു സിസ്റ്റം നിങ്ങളെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങളല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആ രീതിയിൽ എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഡയറക്റ്റ്ലി നിങ്ങൾ അറ്റാക്ക് ചെയ്യുന്ന ഒരു കാര്യം വന്നപ്പോഴാണ് നിങ്ങൾക്ക് ട്രിഗറായിട്ട് നിങ്ങൾ പുറത്തോട്ട് വന്നത്. പക്ഷേ ഇത്രയും നാൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി നടക്കാൻ പോകുന്നതായിട്ടുള്ള ഓരോ ഇഷ്യൂസും നിങ്ങളെ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി നിങ്ങളെയോ നിങ്ങളുടെ ഫ്യൂച്ചറിനെയോ ബാധിക്കും. ഇപ്പോൾ നിങ്ങളെ ഡയറക്റ്റ്ലി ബാധിച്ചു, നാളെ നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങളുടെ അച്ഛനമ്മമാരെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ വരും, നിങ്ങളുടെ അനിയത്തിമാരെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ വരും. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആരെങ്കിലും നിങ്ങളെ തന്നെ ഡയറക്റ്റ്ലി ബാധിക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ടാവും. സോ തിങ് ഈസ് നമ്മൾ എപ്പോഴും അവെയർ ആയിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഏത് സൈഡ് എടുക്കുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നാളെ ഒരു കർഷക സമരം ഉണ്ടാകുമ്പോൾ അത് നിങ്ങളെ ബാധിക്കാത്തൊരു കാര്യമായിട്ട് തള്ളിക്കളയരുത്. നാളെ ഒരു ലേബർ ലോയിന് പേരിൽ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ, ഇവിടുത്തെ സാധാരണപ്പെട്ട ആൾക്കാരെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ, ഇതൊക്കെ സാധാരണപ്പെട്ട ആൾക്കാരെ മാത്രം ബാധിക്കുന്ന ഇഷ്യൂ ആയിട്ട് നിങ്ങൾ കാണരുത്. കാര്യം ഇന്നലെ സാധാരണക്കാരെ തേടി വന്ന അവരാണ് ഇന്ന് നിങ്ങളെ തേടി വന്നത്. അപ്പോൾ നാളെ ഉറപ്പായിട്ടും അത് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെയും നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ റൂമിലും ഒക്കെ അത് കയറി വരും. അപ്പോൾ ഇറ്റ്സ് ടൈം, ലൈക്ക് നമ്മൾ ഏത് സമയത്ത് ഏത് ഒപ്പീനിയൻ ഏത് അഭിപ്രായം ആരോട് പറയുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് സൈലൻ്റാക്കി വെക്കരുത്. അത് സോഷ്യൽ മീഡിയ പറയേണ്ടത് സോഷ്യൽ മീഡിയ തന്നെ പറയണം. അത് റോഡിലിറങ്ങി തെരുവിലിറങ്ങി പറയേണ്ടത് തെരുവിലിറങ്ങി തന്നെ പറയണം. ബിക്കോസ് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചൊരു സന്തോഷമുണ്ട്. ലൈക്ക് വീട്ടിലിരുന്ന് സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റി, കോളേജിൽ പോയി പഠിച്ച ആൾക്കാർ റോഡിലിറങ്ങി വിയർത്ത് നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ ജാതിയും മതവും നിങ്ങൾ നോക്കിയിട്ടില്ല. അവരേത് സെക്ഷൻ ഓഫ് ആൾക്കാരാണ് നിങ്ങളാരും നോക്കിയിട്ടില്ല. ഒരു കൂട്ടം ഒരു കോസിന് വേണ്ടി ഇറങ്ങുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷനാണ്. ഇറ്റ്സ് ലൈക്ക് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ അടികൊള്ളുന്നത്, എന്താ പറയുക, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാർ നിങ്ങളെ സഹായിക്കുന്നത്, നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നത്, നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചൊരു സ്ഥലത്ത് കൂടുന്നത്, അതിനൊരു ബലം ഉണ്ടാവുന്നത്,
ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ വിളിക്കുന്ന സ്ലോഗൻസ് ഒരുമിച്ചാവുന്നത്. അത് ഒരുപക്ഷെ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു സമരത്തിന് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അത് ഒരുപക്ഷെ ഇന്നലെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് അവിടെ ഒരു കർഷക സമരം കാണുമ്പോൾ ഇതെന്താ കാണിക്കുന്നതെന്ന് തോന്നുന്നത്, നിങ്ങൾ അവിടെ ചെന്ന് നിങ്ങൾക്ക് നിൽക്കുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ എടുത്തൊരു തീരുമാനം, നിങ്ങൾ നിന്നൊരു സ്റ്റാൻഡ്, നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് വേണ്ടി നടത്തിയ സമരങ്ങൾ, അതിനകത്ത് ഈ ഒരു സമരത്തിന് പോയ ഒരുപാട് ആൾക്കാരോട് സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതൊരു യങ്സ്റ്റേഴ്സിൻ്റെ സമരത്തിനേക്കാൾ ഉപരി നിങ്ങൾ പഠിക്കുന്ന കുറേ കാര്യങ്ങൾ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യമുണ്ട് അതിനകത്ത്. ആ സമരം കണ്ടവർക്കറിയാം, ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യാമെന്ന ഒരാളുണ്ട്. ആ പുള്ളിക്കാരൻ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒബ്വിയസ്ലി മീഡിയാസ് സ്റ്റുഡൻസിനെതിരാണ് എന്നാണ് എല്ലാവരുടെയും. അപ്പം ഒബ്വിയസ്ലി അവരും വിചാരിക്കും ഇത് ഞങ്ങൾക്കെതിരാണ്. ഒരു കൂട്ടം ആൾക്കാർ വളഞ്ഞു നിന്ന ഒരു റിപ്പോർട്ടറെ ലൂസർ 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 എന്ന് വിളിച്ച് ആ പുള്ളിക്കാരൻ പെരുമഴയത്ത് നിന്ന് ആ ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്യണം. എല്ലാവരും കൂടെ വളഞ്ഞു നിന്ന് പുള്ളിക്കാരൻ ലൂസർ എന്ന് വിളിക്കുമ്പോൾ ആ ഒരു വീഡിയോ ഔട്ടാവുമ്പോൾ ഒബ്വിയസ്ലി അതിനെതിരെ ഒരുപാട് സംസാരങ്ങൾ വരുന്നുണ്ടായിരുന്നു. കാര്യം ആ പുള്ളിക്കാരൻ്റെ ജോലിയാണ് ചെയ്തത്. എൻഡ് ഓഫ് ദി ഡേ പുള്ളിക്കാരൻ റിപ്പോർട്ടാണ് ചെയ്യുന്നത്. ഇതിനെതിരെ സിസ്റ്റം ചെയ്ത ആൾക്കാർ വേറെയാണ്. പിന്നീട് ഇതേ പുള്ളിക്കാരനെ ഒരു 2 ദിവസം കഴിഞ്ഞ് സമരം വിജയിക്കുന്ന സമയത്തോടനുബന്ധിച്ച് കാണുന്ന സമയത്ത് ഇതേ കുട്ടികൾ ചെന്ന് സോറി പറഞ്ഞ് ഞങ്ങൾക്ക് പറ്റിയ തെറ്റാണ് എന്ന് പറഞ്ഞ്, കാര്യം അതൊരിക്കലും ഒരു എന്താ പറയുക ഈഗോ ഉള്ള അല്ലെങ്കിൽ എല്ലാം തികഞ്ഞ കുറേ ആൾക്കാർ നടത്തുന്ന ഒരു സമരത്തിനോ അല്ലെങ്കിൽ കുറേ ആൾക്കാർക്ക് വരില്ല. ഈ സമൂഹത്തിലെ മെജോറിറ്റി ആൾക്കാർക്കും വരാത്തൊരു കാര്യം എവിടെ വരും? ബിക്കോസ് കറക്ഷൻ നിങ്ങളുടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഒരുപാട് കാര്യത്തിന്. അതെനിക്ക് ഈ ഒരു സമരം എന്നെ ഭയങ്കരമായിട്ട് പഠിപ്പിച്ചൊരു കാര്യമാണ്. ഒരുപാട് കാര്യത്തിൽ കറക്ഷൻ നടന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത സമരത്തിന്, ആ സമരം കൊണ്ടുണ്ടായി നിങ്ങൾ നേടിയെടുത്ത ഒരുപാട് മെമ്മറീസ്, അതിൻ്റെ ഒരു ഊർജ്ജം ഒക്കെ, ഇതൊന്നും ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തെന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ബിക്കോസ് നമ്മളൊക്കെ ലൈഫിൻ്റെ പല സ്റ്റേജിലെത്തിയാലും നമ്മളെ ബാധിക്കാത്ത കാര്യങ്ങൾ നോക്കാതെ പോകും. പക്ഷേ ദിസ് ഇസ് ദ റൈറ്റ് ടൈം. ഈ ഒരു കോൺഷ്യസ്നെസ്, ഈ ഒരു പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ ഒബ്വിയസ്ലി നാളെ എന്താ പറയുക, നമ്മളെ റിലീജിയൻ മാത്രം മതി എന്ന് പറയുന്ന ഒരാൾക്കാർ ഭരിക്കുന്ന രാജ്യത്താണ് നമ്മൾ, അല്ലെങ്കിൽ നമ്മളെ മാത്രം മതി എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. നമ്മളങ്ങനെ വിചാരിച്ചല്ല സമരത്തിന് ഇറങ്ങിയത്. കാര്യം നമ്മൾ അഫക്റ്റ് ചെയ്ത വിഷയം അങ്ങനെയായിരുന്നു. പക്ഷേ അടുത്തൊരു 10 കൊല്ലത്തിനകത്ത് നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഇൻക്ലൂസീവായിട്ടുള്ളൊരു രാജ്യം വേണം എന്ന് നിങ്ങളെല്ലാവരും ആഗ്രഹിക്കണം. അതിന് ഈ ഒരു സമരം ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യരുത്. ഈ ഒരു സമരത്തിൻ്റെ കോഴ്സ് തീർന്ന് നിങ്ങൾ വീട്ടിൽ പോയാലും ഈ സമരം ഉള്ളിൽ സ്റ്റോപ്പ് ചെയ്യരുത്. ഉള്ളിൽ നിന്ന് വരുന്ന സമരത്തിന് ഒരിക്കലും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു സ്റ്റേജിൽ നിന്ന് നിങ്ങൾ തിരിച്ചാലോചിച്ച് നോക്കുക. നിങ്ങൾ സമരം ചെയ്തു, അടികിട്ടി, നിങ്ങൾ കിട്ടാനുള്ള സഫറിങ്സ് എല്ലാം നേടിയെടുത്ത്, നിങ്ങളെല്ലാം അനുഭവിച്ചതിന് ശേഷം നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ഇവിടെ നിങ്ങൾ തിരിച്ചു ആലോചിച്ച് നോക്കുക. നിങ്ങൾ 2014 മുതൽ, മേ ബി നിങ്ങളൊക്കെ അപ്പോൾ വളരെ കൊച്ചുകുട്ടികളായിരിക്കും, ബട്ട് സ്റ്റിൽ അപ്പം മുതൽ ഈ നാട്ടിൽ നടന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് മേ ബി നിങ്ങൾക്ക് ഇനി തിരിച്ചു പോയി അതിനൊന്നും ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. ബട്ട് ഈ മൊമെൻ്റ് മുതൽ നിങ്ങൾക്ക് ശരിയല്ല എന്ന് തോന്നുന്ന ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ദ റൈറ്റ് സ്റ്റാൻഡ് എടുക്കുക, റൈറ്റ് ഒപ്പീനിയൻ എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് യു ഷുഡ് മേക്ക് യുവർ വോയിസ് കൗണ്ടബിൾ. കാര്യം നമ്മൾ ചുറ്റുമുള്ള ആൾക്കാരെല്ലാം അക്കൗണ്ടബിൾ ആക്കണം. ഇതെന്താ പറയുക, ഇതൊരു വിമർശനമായിട്ട് പറയുന്നതല്ല, ഭയങ്കര സ്നേഹത്തോടെ ഭയങ്കര സന്തോഷത്തോടെ പറയുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് ഞാൻ ഈ ഡേറ്റ് മാർക്ക് ചെയ്ത് വയ്ക്കുന്നതാണ്. ഈ ഒരു സമരത്തിൻ്റെ 25/7/2026 എന്ന് പറയുന്നൊരു ഡേറ്റ്. അതൊരു എല്ലാത്തിൻ്റെയും എൻഡായിട്ടൊരു ഡേറ്റ് അല്ല, എല്ലാം തികഞ്ഞൊരു ഡേറ്റ് ഒന്നുമല്ല. പക്ഷേ ആരും ഞങ്ങളെ തൊടില്ല എന്ന് വിചാരിച്ച ഒരു കൂട്ടം ആൾക്കാരെ അതിൽ നിന്ന് ഒരാൾ മുട്ടുമടക്കി, എൻ്റെ റീസൺ എന്ത് തന്നെ ആയിക്കോട്ടെ, അത് അവരെ ശിക്ഷിക്കാനായിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ, സിസ്റ്റം ചേഞ്ച് ആവില്ല, എല്ലാം വിട്ടോട്ടെ. ബട്ട് എൻഡ് ഓഫ് ദ ഡേ ഒരാവശ്യം ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് മുന്നിൽ അവർക്ക് മുട്ടുമടക്കേണ്ടി വന്നു എന്നുള്ളത് ഇറ്റ്സ് എ ബിഗ് തിങ്. ആൻഡ് ഇതിനു വേണ്ടി നിന്ന ഈ കോക്രോച്ച് ജനതാ പാർട്ടി, അതിൻ്റെ മുന്നിലും പിന്നിലാണ് നിരുന്ന ഈ നാട്ടിലെ മുഴുവൻ വിദ്യാർത്ഥികൾ, എസ്പെഷ്യലി അതിൻ്റെ ഒപ്പോസിഷൻ പാർട്ടീസ്, ഇപ്പോൾ SFI, ഐസ, ASF പോലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, അങ്ങനെ എല്ലാവരും ഒരേ മനസ്സോടെ നിന്ന് വിജയിപ്പിച്ചെടുത്തതിൽ വളരെയധികം സന്തോഷമുള്ള ദിവസമാണ്. സോ ഈ ഒരു ഡേറ്റ് ഞാൻ മാർക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ബിക്കോസ് ഐ വാസ് ഇൻ ദ റൈറ്റ് സ്റ്റാൻഡ് ഇൻ ഹിസ്റ്ററി. ഈ ഒരു സമയത്ത് എനിക്കത് അടയാളപ്പെടുത്തണം, നാളെ ആയിരുന്നാലും. കാര്യം ഒരുപാട് സമരങ്ങൾ നമ്മൾ മറന്നുപോയി, ഇതെങ്കിലും നമ്മൾ മറക്കാതെ ഇതിനോട്ട് ഓർത്തിരിക്കട്ടെ എന്നാണ്. താങ്ക് യു സോ മച്ച്. ബി പൊളിറ്റിക്കലി അവെയർ. താങ്ക് യു.